കുറച്ച് നാളായിട്ട് ഈ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് അറിയണമെങ്കിൽ, അതായത് ഏതേത് ചക്രാസിനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നട്ടെല്ലിൻ്റെ പാരലായിട്ട് പ്രാണശരീരത്തിൽ സുഷുമ്നാ നാഡിയുടെ മേളിൽ 7 പ്രധാനപ്പെട്ട ചക്രങ്ങളുണ്ട്. താഴേന്ന് വരുമ്പം ഫസ്റ്റ് 5 ചക്രാസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ 5 ചക്രാസും പഞ്ചഭൂതങ്ങളുടെ അടിയിലാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാണെന്ന് അറിയാം. എർത്ത് അല്ലെങ്കിൽ നിലം, ജലം, അഗ്നി, വായു, ആകാശം. 5 താഴത്തെ ചക്രങ്ങൾ അടിയിൽ നിന്ന് തുടങ്ങുമ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി. ഈ 5 ചക്രാസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ക്ലെൻസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആജ്ഞാചക്രം, ഈ ഇവിടെ ഉള്ളത് 3ാമത്തെ കണ്ണെന്നൊക്കെ പറയുന്നില്ല, ഈ ആജ്ഞാചക്രത്തിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. തുടർന്ന് സാധനകൾ ചെയ്യുമ്പം അത് തന്നെ ആക്ടിവേറ്റ് ആകും. അല്ലെങ്കിൽ ഒരു ഗുരുമുഖാന്തരം ഏതെങ്കിലും ഒരു ദീക്ഷ, തൊടുദീക്ഷയോ നയനദീക്ഷയോ കൊണ്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൽ വലിയ ക്ലെൻസിങ് ഒന്നും നമുക്ക് ചെയ്യാൻ ഇല്ല, കുറച്ചൊക്കെ ചെയ്യാം, അത്രയേ ഉള്ളൂ. തല ഉച്ചിയിലുള്ളതാണ് സഹസ്രാര ചക്രം. ഈ സഹസ്രാര ചക്രത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ ഒക്കത്തില്ല. അത് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ആ പരമേശ്വരൻ വിചാരിച്ചാൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഈ ആജ്ഞാചക്ര ഗുരു വിചാരിച്ചാൽ ചിലപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ സഹസ്രാര ചക്രത്തിന് ആരും അടുക്കാൻ പറ്റത്തില്ല. ദൈവം വിചാരിച്ചാൽ മാത്രമേ ഈ സഹസ്രാര ചക്ര ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഈ ആജ്ഞാചക്രയ്ക്കും സഹസ്രാര ചക്രയ്ക്കും നടുക്ക് ഉള്ള ഒരേ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ സുഷുമ്നാ നാഡി മാത്രമാണ്. അതുകൂടെ അത്രയും സൂക്ഷ്മമായിട്ടുള്ളത് കൊണ്ടാണ് ഓഷോ ഈ സ്ഥലത്തിനെ പാത്ത്ലെസ് പാത്ത് എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രേസാണ് പാത്ത്ലെസ് പാത്ത്. പാത്ത്ലെസ് പാത്ത് എന്ന് വെച്ചാൽ, പാത്ത് എന്ന് വെച്ചാൽ വഴി, പാത്ത്ലെസ് എന്ന് വെച്ചാൽ വഴിയില്ല. അത് വഴിയില്ലാത്ത ഒരു വഴിയാണ്. അതായത് അങ്ങനത്തെ ഒരു വഴിയാണ്. ഇവിടെ നമുക്ക് എത്തണമെങ്കിൽ ആ ദൈവം വിചാരിച്ചാൽ മാത്രമേ ഒക്കത്തുള്ളൂ.